തൈസി സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് വിസിറ്റ് വിസയിൽ കമ്പനിയിൽ ജോലി സെറ്റായി അവർ ഓഫർ ലെറ്റർ കാര്യങ്ങൾ കൊടുത്തിരുന്നു. ജോലിക്ക് കയറി ഒരു മാസം, ഫസ്റ്റ് മാസം ശമ്പളമില്ല, പിറ്റത്തെ മാസം നോക്കുമ്പോൾ അപ്പോഴും ശമ്പളമില്ല. അപ്പോൾ ഈ കാര്യം അന്വേഷിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ കമ്പനി ഇങ്ങനെ ആളുകളെ വിസിറ്റ് വിസയിൽ വരുന്ന ആളുകളെ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് കയറ്റിയിട്ട് ടാർഗറ്റ് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് അവർ ബിസിനസ് ഉണ്ടാക്കുന്നു എന്നല്ലാതെ തൊഴിലാളികൾക്ക് വേണ്ട രീതിയിലുള്ള ശമ്പളം കൊടുക്കണില്ല എന്ന് കിട്ടാൻ കുറച്ച് പാടാണെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് അയാൾ ഇറങ്ങി. 2 മാസത്തെ വിസിറ്റിൻ്റെ പൈസ പോയ പോലെ സംതിങ് ഒരു ചീറ്റിംഗ് പോലെ അയാൾക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അയാൾ എന്നോട് ചോദിക്കുകയാണ് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, പൈസ കിട്ടാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, വിസിറ്റ് വിസയിൽ വരുന്ന ആളുകൾ വിസിറ്റ് വിസയിൽ ജോലി ചെയ്യുന്നത് UAE നിയമപ്രകാരം തെറ്റാണ്. ഇൻ കേസ് ഇൻസ്പെക്ഷൻ സമയത്ത് പിടിക്കപ്പെട്ടാൽ പിഴ ഉണ്ടാവും, നിങ്ങൾക്കും പിഴ കിട്ടും, സ്ഥാപനത്തിനും പിഴ കിട്ടും. ഇങ്ങനെ നിയമം ആക്കിയതിൻ്റെ മറ്റൊരു ലക്ഷ്യം തന്നെ ഇതുപോലെയുള്ള തൊഴിൽ ചൂഷണങ്ങൾ തടയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സുഹൃത്താണെങ്കിൽ വിസിറ്റ് വിസയിൽ വന്നു, അദ്ദേഹം ഒരു IT കമ്പനിയിൽ, അതോ ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയിലാണെന്ന് പറഞ്ഞ് അവർ ടാർഗറ്റ് കാര്യങ്ങൾ കൊടുത്തു. ആ ടാർഗറ്റ് ഇവൻ ചെയ്തു കൊടുത്തു. മാഷാഅല്ലാഹ് ഒരുപാട് ക്ലയൻസിനെ അവർക്ക് കിട്ടി. എന്നാൽ ശമ്പളം ചോദിച്ച സമയത്ത് ഒരു മാസം ശമ്പളം കിട്ടിയില്ല, അടുത്ത മാസം കിട്ടാതായപ്പോൾ ഇവനൊരു പക്ഷേ അവരോടൊന്ന് കാര്യത്തിൽ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ തിരിച്ചിങ്ങോട്ട് കുറച്ച് വർത്തമാനം കാര്യങ്ങളൊക്കെ ആയി ബാൻ ചെയ്യുമെന്ന് പേടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നു. ദാറ്റ് മീൻസ് സ്ട്രൈറ്റ് ഫോർവേഡ് അല്ലാത്ത ആളുകളോട് ഇത്തരം സാഹചര്യത്തിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ലീഗലി വിസിറ്റ് വിസയിൽ വന്ന ആളുകളെ ജോലി ചെയ്യരുത് എന്നാണ് റൂൾ. ആ റൂള് വിസിറ്റ് വിസയിൽ വരുന്ന ആളുകൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തത്, നിങ്ങൾ വിസിറ്റ് വിസയിൽ വന്ന് ജോലിക്ക് കയറുന്ന സമയത്ത് കമ്പനിയുമായി ഓഫർ ലെറ്ററില്ല, നോർമൽ ഓഫർ ലെറ്ററല്ല, ലേബർ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ജോബ് ഓഫർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ സൈൻ ചെയ്ത് അത് അപ്രൂവലായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ കമ്പനികളൊക്കെ അതുകൊണ്ട് തന്നെ ഓഫർ ലെറ്റർ പാസ്സായതിന് ശേഷം മാത്രമേ ആളുകൾ ജോലിക്ക് ഇരുത്തുള്ളൂ. ഇൻ കേസ് ഓഫർ ലെറ്റർ കമ്പനി ലെറ്റർ പാഡിലുള്ള ഓഫർ ലെറ്റർ കൊടുത്താൽ പോലും ലേബർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ജോബ് ഓഫർ, ഫ്രീ സോൺ വിസയിലുള്ള ആളുകളാണെങ്കിൽ ഫ്രീ സോൺ ഇഷ്യൂഡ് ആയിട്ടുള്ള ഈ സാലറി കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ലേബർ കോൺട്രാക്റ്റ് അപ്രൂവലായി അതിൽ സൈൻ ചെയ്ത് ഈ തൊഴിലാളികളെ സ്റ്റാഫുകൾ സൈൻ ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്ത് അപ്രൂവലായതിന് ശേഷം മാത്രമേ ജോലിക്ക് കയറ്റാറുള്ളൂ. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചെങ്കിൽ വിസിറ്റ് വിസയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ജോലിക്ക് കയറും. ആ സമയത്ത് ഇത്തരം നിയമങ്ങളൊന്നും പൊതുവെ ആരും നോക്കാറില്ല. അതുകൊണ്ട് അധികം ആളുകളും ശമ്പളം കൊടുക്കും. വിസിറ്റ് വിസയിൽ വന്ന ആളുകളാണെങ്കിലും കമ്പനികൾക്ക് ശമ്പളം കൊടുക്കും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ വിസിറ്റ് വിസയിൽ വന്ന ആളുകളെ ചൂഷണം ചെയ്യുന്ന പതിവുള്ള കമ്പനികൾ ഇവിടെ ഉണ്ട്. അവർക്കറിയാം ശമ്പളം കൊടുത്തില്ലെങ്കിലും ചോദിക്കാനൊന്നും പറ്റില്ല, കാരണം ലീഗലി ജോബ് ഓഫർ കോൺട്രാക്റ്റ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ കേസിന് പോയാലും കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് ഈ സുഹൃത്തിൻ്റെ കേസിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മലയാളീസാണ്, നേരിട്ട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന ഇവിടുത്തെ സോഷ്യൽ സർവീസ് സംഘടനകളുടെ ആരെങ്കിലും റെപ്രസെൻറ്റേറ്റീവിനായിട്ട് അവിടെ പോയിട്ട് സംസാരിപ്പിക്കുക. അതല്ലെങ്കിൽ ഓരോ എമിറേറ്റിലും ഇവിടുത്തെ കോൺസുലേറ്റിൻ്റെ PROമാരുണ്ടാവുമല്ലോ, അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. ഇതുവരെ സ്ഥിരം പതിവാണെങ്കിൽ ലേബറിനെ റിപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റും. സ്ഥിരമായിട്ട് ഇങ്ങനെ വിസിറ്റ് വിസയിൽ വന്ന ആളുകൾ ജോലിക്ക് വെച്ചിട്ട് ശമ്പളം കൊടുക്കാതെ പറ്റിക്കുന്ന പരിപാടി പതിവാക്കിയ കമ്പനിയാണെങ്കിൽ അവർക്കൊരു കംപ്ലയിൻറ്റ് പോകാൻ പറ്റും. അവർ തീരെ സാലറി തരുന്നില്ല എന്നൊക്കെ പറയണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. മനുഷ്യന്മാർ ശാപം കിട്ടിയിട്ടുണ്ടെങ്കിൽ മുതലാളിമാരെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ഒരു കാലത്ത് വ്യാപകമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് UAE ഗവൺമെൻറ് വിസിറ്റ് വിസയിൽ വരുന്ന ആളുകൾ പുതുക്കാൻ വേണ്ടിയിട്ട് UAEൻ്റെ പുറത്ത് പോകണമെന്നുള്ള നിയമം പോലും വന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് കാണാൻ പറ്റും. പഴയ കാലത്തൊക്കെ വിസിറ്റ് വിസ പുതുക്കാൻ വേണ്ടി ഒമാനിൽ പുറത്ത് പോകേണ്ട സാഹചര്യം ഇല്ലാത്തൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇവിടെ തന്നെ പുതുക്കാൻ പറ്റും. അന്ന് ദുബായിലൊക്കെ ഒരുപാട് കമ്പനികൾ ഇതുപോലെ വിസിറ്റ് വിസയിൽ വന്ന ആളുകൾ ജോലിക്ക് വെക്കും. വിസിറ്റ് കഴിയുമ്പോൾ പുതുക്കി അങ്ങനെ കൊണ്ടുപോകും. ആ സമയത്തും നമ്മളൊക്കെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഓഫർ ലെറ്റർ, ലേബർ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ജോബ് ഓഫർ അപ്രൂവൽ ആയതിനു ശേഷം മാത്രം ജോലിക്ക് കയറുക, അതാണ് നിങ്ങൾക്കും സേഫ്. ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ വിസിറ്റ് വിസയിൽ ജോലി ചെയ്തു, ഇൻസ്പെക്ഷൻ വന്നു, ലേബർ ഇൻസ്പെക്ഷന് പിടിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. വിസിറ്റ് വിസയിൽ വരുന്ന പല ആളുകളും
ഇതുപോലെ വിസിറ്റ് വിസയിൽ ജോലി ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, രണ്ടാമത് എക്സ്പയർ ആവുന്ന സമയത്ത് പല ആൾക്കാർ അതിന് ഗൗരവം മനസ്സിലാക്കാതെ വിസിറ്റ് വിസയിൽ വന്നിട്ട് ഫൈനായി നിൽക്കുന്ന ആളുകളുണ്ട്. രണ്ട് വിഷയങ്ങളാണ്. ഫൈനായി കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞിട്ടും വിസിറ്റ് പുതുക്കിയില്ലെങ്കിൽ അബ്സ്കൗണ്ടിങ് ആവും. അതല്ലെങ്കിൽ വിസിറ്റ് വിസ ഓവറായി നടക്കുന്ന ആൾക്കാരെ പുറത്തുനിന്ന് ഇൻസ്പെക്ഷൻ സമയത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ വിസിറ്റ് വിസ ഓവർ സ്റ്റേ ആയി കഴിഞ്ഞാൽ, വിസ ഓവർ സ്റ്റേ ആയാലല്ല, വിസിറ്റ് വിസ ഓവർ സ്റ്റേ ആയി കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ സമയത്ത് പുറത്തുനിന്നൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇവർ കയറ്റി വിടുന്നുണ്ട്. അതായത് വിസിറ്റ് വിസയിൽ വരുന്ന സമയത്ത് വളരെയധികം ഗൗരവത്തിൽ, പ്രത്യേകിച്ച് ഈ വർഷം 2025 ജനുവരി 1 മുതൽ ഈ വിഷയത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെയാണ്. കാരണം പൊതുമാപ്പ് കഴിഞ്ഞിട്ട് നമുക്കറിയാം 2024 ഡിസംബർ 31 വരെ പൊതുമാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം UAE അനധികൃത കുടിയേറ്റക്കാരെ അതുപോലെ ഓവർസ്റ്റേ നിൽക്കുന്നവരൊക്കെ അവർക്കെതിരെ ശക്തമായ നടപടികളാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, വിസിറ്റ് വിസയിൽ വരുന്ന ആളുകൾ നിർബന്ധമായും അവരുടെ വിസിറ്റ് വിസ എക്സ്പയറി കാര്യങ്ങൾ നോട്ട് ചെയ്തൊക്കെ, വിസിറ്റ് ഓവർസ്റ്റേ ആവുമെന്ന സാഹചര്യം വന്നു നിൽക്കുക. ഫോർ എക്സാമ്പിൾ വിസിറ്റിംഗ് പുതുക്കാൻ പറ്റണില്ല, ഒന്നുകിൽ നിങ്ങൾക്ക് പൈസ ഇല്ല, അതല്ലെങ്കിൽ വേറെ ജോലിയൊന്നും ശരിയായില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഔട്ടാവുക, നാട്ടിലേക്ക് പോവാം. പിന്നെ പൈസ ഉണ്ടാകുമ്പോൾ തിരിച്ച് വന്നാൽ മതിയല്ലോ. ഇവിടെ നിന്ന് ഓവർസ്റ്റേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടാണ്. അബ്സ്കൗണ്ടിങ് ആയി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, അബ്സ്കൗണ്ടിങ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അത് റിമൂവ് ചെയ്യുന്നതിന് വലിയ പൈസ ആവും. പല ആളുകളും അതിൻ്റെ പേര് പിന്നെ ലാസ്റ്റ് ഔട്ട് പാസിന് പോകും. ഔട്ട് പാസിന് പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരാനൊക്കെ വലിയ പാടാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ജോലി ചെയ്യുന്ന, അതായത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് കമ്പനി ഓഫർ ലെറ്റർ തരില്ല, ജോബ് ഓഫർ തരില്ലേ സൈൻ ചെയ്തിട്ടുള്ള, ആ ജോബ് ഓഫർ ഉണ്ടെന്ന് കരുതി പോലും നിങ്ങൾക്ക് ലീഗലി ജോബ് ചെയ്യാൻ പറ്റില്ല. ലേബർ ഇഷ്യൂഡ് ജോബ് ഓഫറില്ലേ, അത് ടൈപ്പ് ചെയ്ത് അതിൽ അപ്രൂവൽ വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ലീഗലി നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റുക എന്ന കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കുക. അല്ലാതെ പക്ഷേ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് പിടിക്കും. ഞാനത് വീണ്ടും പറയാൻ കാരണം, ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇപ്പോൾ ഈ സുഹൃത്തിനെ ഈ മിനിയാൻ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ പറയും ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. അതൊരു വിഷയമുണ്ട്. ഞാൻ ചിന്തിക്കുമ്പോൾ ഇവിടെ വിസിറ്റ് വിസയിലൊക്കെ ജോലി അന്വേഷിച്ച് വരുന്ന ആളുകളെ സംബന്ധിച്ച് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ട് വരിക, അവർ നാട്ടിലെ സാഹചര്യം ഇവിടുത്തെ കാര്യങ്ങളും തീർത്തും വ്യത്യസ്തമായൊരു വേൾഡാണല്ലോ. ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആണ്. പക്ഷേ എല്ലാം സെറ്റപ്പ്, എല്ലാത്തിനും ഒരു നിയമമുണ്ട്, എല്ലാത്തിനും ഒരു yes or no ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ ഉണ്ട്. ഏത് വിഷയത്തിലും നമുക്ക് വ്യക്തമായ നിയമങ്ങളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നതിന് മുന്നേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വരിക. വിസിറ്റ് വിസയിൽ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ജോലി, ഇപ്പോൾ ഞാൻ എൻ്റെ വോയിസ് കേൾക്കുന്ന ആരെങ്കിലും വിസിറ്റ് വിസയിൽ ജോലി ചെയ്യുന്നുണ്ട്, ലേബർ വർക്ക് പെർമിറ്റ് നിങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് കമ്പനിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് കമ്പനിക്ക് ഒരു മെയിൽ അയക്കുക. ഇൻ കേസ് ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ പറയാമല്ലോ, ഞാൻ കമ്പനിക്ക് ഇതുപോലെ മെയിൽ അയച്ചിരുന്നു, കമ്പനിയുമായി ഫോളോ അപ്പ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മേ ബി ഒരു പക്ഷേ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം ലീഗലി ഒരിക്കലും വിസിറ്റ് വിസയിൽ ജോലി ചെയ്യരുതെന്നാണ് നിയമം. എന്നാലും നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തന്നിട്ടില്ലെങ്കിൽ കമ്പനിയോട് പറയാം, എൻ്റെ ജോബ് ഓഫർ ലെറ്റർ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യണം. കാരണം ഈ പറയുന്ന പേപ്പർ ഇല്ലാണ്ട് ജോലി ചെയ്താൽ വ്യക്തികൾക്കും ഫൈന് കിട്ടുക. ആദ്യത്തെ ഇതിലൊക്കെ 2000 ചില കേസിൽ കിട്ടുക, ചില ആൾക്ക് 4000 കിട്ടുന്നുണ്ട്, 50,000 കിട്ടുന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ 2000 അധികം ആളുകൾക്കും ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. വിസിറ്റ് ജോലി ചെയ്യുന്നത് തെറ്റാണ്. ഇൻ കേസ് ഇതുപോലെ ശമ്പളം തന്നില്ലെങ്കിൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പരിഹാരം എന്നാണ് ഇതിൻ്റെ മറുപടി. ഇതുപോലെ UAE വിസ സംബന്ധമായ കാര്യങ്ങൾ ആണ് നമ്മൾ ചാനലിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം. മറ്റൊരു സംശയവുമായി മറുപടിയുമായി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും.